6 പതിറ്റാണ്ട് തിരുവനന്തപുരത്തെ രാജവീഥി അടക്കിവാണ് കെഎസ്ആർടിസി ബസ്സിന് ഇടുക്കിയിൽ പുനർജന്മം. രാജകുമാരി MGM ITI വിദ്യാർത്ഥികളാണ് പഴയ ടാറ്റ മെഴ്സിഡസ് ബെൻസിന് പുതുജീവനേകിയത്. KLX 604 ഒരു കാലത്ത് രാജകീയ പ്രൗഢിയോടെ കേരളത്തിലെ നിരത്തുകൾ അടക്കിവാണ ആനവണ്ടി. ടാറ്റയും മെഴ്സിഡസ് ബെൻസും ചേർന്ന് നിർമ്മിച്ച ബസ് 1965-ലാണ് KSRTCയുടെ ഭാഗമായത്. 46 വർഷം മുമ്പ് MGM ITI ബസ് സ്വന്തമാക്കി. ഗ്യാരേജിൽ കിടന്ന ബസ് വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം പുതുക്കി പണിയുകയായിരുന്നു. സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് താഴേന്ന് ലോറി വലിച്ച് കെട്ടിവലിച്ച് ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് ആദ്യമേ ഞങ്ങൾ ഷെഡ് പണിതു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഷെഡ് പണിത് കഴിഞ്ഞിട്ട് വണ്ടി അകത്തേക്ക് കയറ്റി ഒരു ലെവലാക്കി സെറ്റാക്കിയിട്ട് പിന്നെ പാച്ച് വർക്കൊക്കെ ചെയ്ത് പെയിൻ്റ് അടിക്കുമായിരുന്നു. സാറുമാരെല്ലാം സപ്പോർട്ട് ചെയ്ത് പെയിൻറ്റും സാധനങ്ങളെല്ലാം മേടിച്ചു. ഞങ്ങൾ 4-5 പേരെല്ലാം കൂടി സീനിയേഴ്സും ജൂനിയേഴ്സും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ചെയ്ത് ഇത്രയാക്കിയെടുത്തു. വണ്ടി എഞ്ചിനൊക്കെ പക്കയാണ്. എഞ്ചിന് കാര്യമായ തകരാറുകളില്ലാത്തതിനാൽ 1 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ബോഡി പുതുക്കി പണിതു. പഴമയുടെ പ്രൗഢി ഒട്ടും ചോരാതെ ബസ്സിന് മോടി കൂട്ടി. ഇനി വരും തലമുറയ്ക്ക് പഴയകാല സ്മരണകൾ നിലനിർത്താൻ വേണ്ടി ഈ ബസ് ഇതുപോലെ പണി കഴിപ്പിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തുകയും കുട്ടികൾ അതിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്തു. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ സഹായിച്ചത് നമ്മുടെ പള്ളി കമ്മിറ്റിക്കാർ തന്നെയാണ്. അവര് കമ്മിറ്റിയിൽ ഇതിനെപ്പറ്റി ആലോചന വയ്ക്കുകയും അവര് എല്ലാവരും കൂടി തീരുമാനം എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഇന്ന് ഈ ബസ് ഈ നിലയിലെത്താൻ സഹായിച്ചത്. നിരത്തുകളിലെ പഴയ പടക്കുതിരയെ കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. റീൽസായും സ്റ്റോറിയായും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഈ ബസ്. ഇത്രയും പഴയൊരു ബസ് നമ്മുടെ കാരണവന്മാർ പോലും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ നാട്ടിൽ കൂടി ഓടിക്കൊണ്ടിരുന്ന ഒരു വണ്ടി കാണാനുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്ത് വന്നതാണ്. കണ്ടു കഴിഞ്ഞപ്പം കൊള്ളാം. നമുക്കൊക്കെ മുമ്പേ ജീവിച്ചു പോയൊരു യാത്ര ചെയ്തൊരു വാഹനം കാണാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഇന്ത്യയിൽ ഇതേ മോഡലിൽ അവശേഷിക്കുന്ന 2 ബസ്സുകളിൽ ഒന്നാണിത്. പൊതുജനങ്ങൾക്ക് ബസ് കാണാനുള്ള അവസരവും ITA അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 ഇടുക്കി.